അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കുട്ടികൾക്കിപ്പം സാധാരണ ചെറിയ പനി തുടങ്ങി അത് ഇങ്ങനെ 2 ദിവസമായി 3 ദിവസമായി അപ്പോൾ പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ എത്ര ദിവസം ഒരു സ്വാഭാവികമായിട്ട് പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറെ കാണിക്കണം. നമ്മൾ നേരത്തെ വൈറൽ ഫീവർ അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് അത് എത്ര ദിവസം വരെ സ്വാഭാവിക പനിയാണ്ട് വരെയാണെങ്കിൽ നീണ്ടു നിൽക്കാം എന്നതിനെക്കുറിച്ച് ഒന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞിട്ട് ഇപ്പോൾ വൈറൽ ഫീവർ വന്നാൽ പനി അല്ല നമ്മൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു പനി കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ. അത് ഡോക്ടർക്ക് മനസ്സിലാവും. ഓക്കെ. ഇപ്പം ശരീരത്തിൽ ജലാംശം കുറയാം, അല്ലെ നിൽക്കാതെ ഛർദ്ദിക്കുക, ക്ഷീണം പിടിക്കുക, ശരീരത്തിൽ ഷുഗർ കുറയും. കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ കുറയാം. ഈ ഷുഗർ കുറഞ്ഞ് സാധാ വൈറൽ ഫീവർ ആയിരിക്കും, പക്ഷേ ഷുഗർ കുറഞ്ഞ് കുട്ടിക്ക് ഫ്ലൂയിഡും കാര്യങ്ങളെല്ലാം വേണ്ടി വരാം. അപ്പോൾ ജലാംശം കുട്ടിക്ക് ഈ പനി കാരണം ചിലപ്പോൾ എന്തുകൊണ്ടാണ് ചുമ വന്നു, ശ്വാസം തിങ്ങലുണ്ട്, നെഞ്ഞിൽ വലിവുണ്ട്, ന്യൂമോണിയയുടെ ലക്ഷണങ്ങളുണ്ട്, ഓക്സിജൻ വേണ്ടി വരും, ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതെല്ലാം കൃത്യ രീതിയിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ഒന്ന് ഈ വൈറൽ പനി ചിലപ്പോൾ 1-2 ദിവസം ഉണ്ടാവും. പക്ഷേ ഈ 1-2 ദിവസം കുട്ടി ഇപ്പോൾ ഒരു ആദ്യത്തെ ദിവസം തന്നെ കുട്ടിക്ക് പനി കൂടി കുട്ടിക്ക് അപസ്മാരം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ട അവസ്ഥ. അപ്പോൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഡോക്ടറെ കാണാൻ നിർബന്ധമൊന്നുമില്ല. എല്ലാ അസുഖത്തിനും ഇപ്പോൾ ഒരു ദിവസം കുട്ടിക്ക് പനി കൂടി ക്ഷീണം ഉണ്ട്, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, കുട്ടിക്ക് അപസ്മാരം വന്നു, എന്താ ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ കാണിക്കേണ്ടി വരും. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല കേട്ടോ. ഫസ്റ്റ് ഡേയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഡേയിൽ. ഇപ്പോൾ സെക്കൻഡ് ഡേയിലും ഡോക്ടർ അസുഖങ്ങൾ എവിടെയൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് തൊണ്ട നോക്കും, ഈ കാര്യങ്ങളൊക്കെ നോക്കും. ഒരു ബാക്ടീരിയൽ അസുഖം അല്ല എന്ന് ഉറപ്പിക്കും. അത് ഡോക്ടർക്കേ പറ്റുള്ളൂ. വൈറൽ പനിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ വൈറൽ പനി ആർക്കും ചികിത്സിക്കാം, പക്ഷെ വൈറൽ പനിയാണെന്ന് ഉറപ്പിക്കാൻ ഡോക്ടർക്കേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഡോക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഒഴിവാക്കിയിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയും വൈറൽ പനിയാണെന്ന് പറയും. 3-ാമത്തെ ദിവസം വൈറൽ പനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് ബ്ലഡ് നോക്കും. വൈറൽ പനിയാണെന്ന് ഉറപ്പ് ഉണ്ട്, ഡോക്ടർക്ക് മനസ്സിലായി വൈറൽ പനി. 3-ാമത്തെ ദിവസം ഡോക്ടർ ഒന്ന് ബ്ലഡ് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. ഈ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ വൈറൽ പനികൾ തന്നെ ഡെങ്കി ഫീവർ ആവാം, സാധാരണ വൈറൽ ഫീവർ ആവാം. വൈറൽ ഫീവർ കാരണം നമ്മുടെ ശരീരം ഓക്സിജൻ്റെ അളവും നമ്മൾ കൊറോണയൊക്കെ വൈറൽ ഫീവറിൽ വരുന്നത് പല വൈറസുകളുണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്ന വൈറൽ അസുഖമാണ്. അപ്പോൾ വൈറൽ അസുഖങ്ങൾ പല രീതിയിൽ വൈറസുകളുണ്ട്, പല രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, ലങ്സിനെ ബാധിക്കുന്നുണ്ട്, ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്, വയറിനെ ബാധിക്കുന്നുണ്ട്, സ്റ്റൊമക്ക്, മേലുവേദന, കാലുവേദന എല്ലാം വരും. അപ്പോൾ ഇതെല്ലാം അപ്പോൾ ബ്ലഡ് ഒന്ന് നോക്കും. ബ്ലഡ് നോക്കിയിട്ട് ഇപ്പോൾ ഈവൻ ഡെങ്കിയാണ് അതിൻ്റെ കൗണ്ട്സ് എല്ലാം കുറവായിരിക്കും. അത് നമ്മൾ ഇപ്പോൾ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കണം. സാധാ വൈറൽ പനിയാറ് വീട്ടിൽ വിടാൻ പറ്റില്ല. ഇപ്പോൾ 4-5 ദിവസം 5 ദിവസം പനിക്കും വൈറൽ ഡെങ്കിക്ക്. 5-ാമത്തെ ദിവസം കഴിഞ്ഞാൽ 6-ാമത്തെ ദിവസം പനിയൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് നിരീക്ഷണം ഭയങ്കര നിർബന്ധം. ഈ 5 ദിവസം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ല, അത് വീട്ടുകാർ വരും, ഡോക്ടറെ പനിയുണ്ട്, ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിക്കില്ല കാരണം എന്തായാലും ഡോക്ടറെ കാണിക്കുമ്പോൾ. പക്ഷെ 5-ാം ദിവസം കുട്ടിയുടെ പനി മാറും. പനി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഡിസ്ചാർജ് ആവണം. ശരിക്കും പനി മാറിയിട്ടാണ് ഡെങ്കിയിൽ ബുദ്ധിമുട്ട് വരിക. ഫീവർ ഫ്രീ പീരിയഡ് എന്ന് പറയാം. ആദ്യത്തെ അപ്പോൾ 5 ദിവസം പനി, 6-ാമത്തെ ദിവസം 7-ാമത്തെ ദിവസം പനി ഇല്ലാത്ത ആ 2 ദിവസം ശരീരത്തിൽ ജലാംശങ്ങൾ മാറ്റം വരുന്നത്. അപ്പോൾ ശരീരത്തിൽ നീര് വന്നിട്ടുണ്ടാവും, നീര് തിരിച്ചു കയറുന്നതും BP കൂടുന്നതും കാര്യങ്ങൾ വരുന്ന സമയമാണ്. നീര് ശരീരത്തിൻ്റെ ലങ്സിനെ ബാധിക്കുന്ന സമയം. ആ സമയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറൽ പനി ഡെങ്കി ഫീവർ അല്ല എന്ന് ഉറപ്പിക്കണം 3rd ഡേയിൽ. 4th ഡേ 5th ഡേ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞാൽ 6 ദിവസം 7 ദിവസം കഴിഞ്ഞാൽ 14 ദിവസം വരെ പനിക്കുന്ന വൈറൽ പനികളുണ്ട്. IMN എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ പനിയുടെ ഡ്യൂറേഷൻ. പക്ഷേ ഇപ്പോൾ ഈ IMN എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം ഉറപ്പിക്കണം. അപ്പോൾ IMN ശരിക്കും ഇപ്പോൾ ലിവർ, പ്ലീഹ ഒക്കെ വലുതായിരിക്കും. ലുക്കീമിയ എല്ലാം ഉറപ്പിക്കണം. ആ കുട്ടിക്ക് ലുക്കീമിയ അല്ല, ഇപ്പോൾ ഇത്രയും ദിവസം 2 ആഴ്ച നിൽക്കുന്ന പനി ലുക്കീമിയ എല്ലാം ഉറപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് കൗണ്ട് നോക്കും, ചില്ല് പരിശോധന നോക്കുക, എല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഇത് IMN ആണ്, പേടിക്കണ്ട കേട്ടോ, അത് അങ്ങനെ 2 ആഴ്ച നിൽക്കുന്ന പനിയാട്ടോ. അതിൻ്റെ കൂടെ ലങ്സ് നോക്കണം, യൂറിൻ മൂത്രം പഴുപ്പല്ല എന്ന് ഉറപ്പിക്കണം. എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തിട്ടാണ് വൈറൽ ഫീവർ ആണെന്ന് പറയും. കൺഫേം ചെയ്യുന്നത്. മനസ്സിലായി.